നമസ്കാരം. കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പുലിപ്പാണി സിദ്ധർ അത്ഭുതങ്ങളും അതിജ്ഞാനവും നിറഞ്ഞ ഒരു സിദ്ധ പുരുഷന്റെ കഥയിലേക്ക്, അല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തന്നെയാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ദക്ഷിണ ഭാരതത്തിലെ സിദ്ധ പരമ്പരയിൽ അത്യന്തം വിസ്മയകരമായ ഒരാളാണ് പുലിപ്പാണി സിദ്ധർ. അദ്ദേഹത്തിന്റെ ജീവിതം ഭക്തിയും തപസ്യയും അതിസാഹസികമായ സംഭവങ്ങളും നിറഞ്ഞതാണ്. പുലിപ്പാണി സിദ്ധർ സാധാരണ കുടുംബത്തിൽ ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ചെറുപ്പം മുതൽ തന്നെ ആത്മീയതയോടും ഗുരുഭക്തിയോടും വലിയ ആകർഷണം ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് മഹാസിദ്ധനായ ഭോഗർ സിദ്ധറുടെ ശിഷ്യനായി. പുലിയോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്താണ് എന്ന് നോക്കാം. പുലിപ്പാണി എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കഥകൾ പ്രകാരം അദ്ദേഹം കാടുകളിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടുപുലിയെ നിയന്ത്രിച്ച് അതിന്റെ മേൽ സവാരി ചെയ്ത് സഞ്ചരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് സാധാരണ ശക്തിയല്ല, പ്രകൃതിയോടുള്ള പൂർണ്ണ ഏകീകരണത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുലിപ്പാണി അഥവാ പുലിയെ നിയന്ത്രിക്കുന്നവൻ എന്ന പേര് ലഭിച്ചത്. ഗുരുവിനോടുള്ള അദ്ദേഹത്തിന്റെ അനന്തഭക്തിയും പറയേണ്ടതായിട്ടുണ്ട്. പുലിപ്പാണി സിദ്ധർ തന്റെ ഗുരുവായ ഭോഗർ സിദ്ധരെ അനുസരിച്ച് ജീവിച്ചു വന്നിരുന്നു. ഒരു പ്രശസ്തമായ കഥയിൽ ഗുരുവിന് ആവശ്യമായ ഔഷധ സസ്യങ്ങൾ കണ്ടെത്താൻ അദ്ദേഹം ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തുവെന്നും അസാധ്യമായതും സാധ്യമാക്കിയെന്നും പറയുന്നു. സിദ്ധവൈദ്യത്തിന്റെ രഹസ്യജ്ഞാനങ്ങളെല്ലാം കരസ്ഥമാക്കിയ പുലിപ്പാണി സിദ്ധർ മഹാ അറിവ് നേടിയിരുന്നു. പുലിപ്പാണി സിദ്ധർ സിദ്ധവൈദ്യശാസ്ത്രത്തിലും അത്യന്തം പ്രാവീണ്യമുള്ളവനായിരുന്നു എന്നാണ് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം നിരവധി ഔഷധങ്ങളും മന്ത്രങ്ങളും രഹസ്യപരമായി പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അറിവ് ഇന്നും തമിഴ് സിദ്ധ ചികിത്സയിൽ സ്വാധീനം ചെലുത്തുന്നു. പഴനിമലയുമായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നു. പഴനിമലയിൽ സ്ഥിതി ചെയ്യുന്ന പഴനിമല മുരുകൻ ക്ഷേത്രവുമായി പുലിപ്പാണി സിദ്ധർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ചില പാരമ്പര്യങ്ങൾ പ്രകാരം ഭോഗർ സിദ്ധർ നിർമ്മിച്ച മുരുകൻ വിഗ്രഹത്തിന്റെ രഹസ്യ സംരക്ഷണത്തിൽ പുലിപ്പാണി സിദ്ധർ പങ്കെടുത്തു എന്ന് പറയുന്നു. പുലിപ്പാണി സിദ്ധറുടെ ജീവിതം നമ്മളോട് പറയുന്നത് ഗുരുവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണവും പ്രകൃതിയോടുള്ള ഐക്യവുമാണ്. ആത്മസാധനയിലൂടെ അതീത ശക്തികൾ നേടാമെന്ന് അദ്ദേഹം തെളിയിക്കുകയും കൂടി ചെയ്തു. പുലിപ്പാണി സിദ്ധർ തന്റെ ജീവിതത്തിൽ പഴനിയിലെ വിഗ്രഹം സംരക്ഷിക്കുന്നതിനും അവിടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥകൾ എത്ര പറഞ്ഞാലും തീരില്ല. ഇപ്പോൾ നാം ചുരുക്കമായി മാത്രമാണ് പറഞ്ഞത്. അതിനായി അദ്ദേഹം ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പോലും സഞ്ചരിച്ചു എന്നാണ് വിശ്വാസം. പുലിപ്പാണി സിദ്ധർ ഒരു ചരിത്ര കഥാപാത്രം മാത്രമല്ല, ആത്മീയമായിട്ടുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അദ്ദേഹത്തിന്റെ കഥകൾ ഇന്നും സിദ്ധ പരമ്പരയിൽ ജീവിക്കുന്നു. സിദ്ധ ചികിത്സാ സമ്പ്രദായത്തിന് വളരെയേറെ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു മാതൃകയാണ്. വിശ്വാസത്തിന്റെയും തപസ്യയുടെയും ശക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും പഴനിമലയിൽ പുലിപ്പാണി സിദ്ധറിന്റെ ഓർമ്മകൾ തുടിക്കുന്നു. പുലിപ്പാണി സിദ്ധറുടെ ഈ കഥ ചുരുക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അദ്ദേഹത്തിന്റെ വീരഗാഥകൾ ഇനിയുമുണ്ട്. അത് വിശദമായി കേൾക്കണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ചരിത്ര പുരുഷന്മാരുടെ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.